ഹായ് ഓൾ. ഓണത്തിനിടെ വീഡിയോ ആണ്, കുറച്ച് വൈകിപ്പോയി. എൻ്റെ ത്രോട്ട് പെയിനൊക്കെ മാറുന്ന സൗണ്ട് റെഡിയാവാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പം നിങ്ങൾ കാണുന്നത് സെപ്റ്റംബർ 4-ാം തീയതി, അതായത് ചെറിയ ഓണത്തിൻ്റെ അന്ന് രാത്രി ഏകദേശം 10 മണിക്ക് ഞങ്ങൾ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് അബുദാബി എയർപോർട്ടിലേക്ക് പോകുന്ന രംഗമാണ്. സെപ്റ്റംബർ 20-ാം തീയതി വരുമെന്ന് പറഞ്ഞ ഞങ്ങൾ സെപ്റ്റംബർ 5-ാം തീയതി ഓണത്തിന് രാവിലെ തന്നെ വീട്ടിലെത്തിയപ്പോഴുള്ള അച്ഛൻ്റെയും അമ്മയുടെയും റിയാക്ഷനാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. ഏകദേശം 1 മാസത്തിന് മുമ്പേ ഞങ്ങൾ ടിക്കറ്റ് പ്രീപോൺ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ പറയാതിരിക്കാൻ ഞാൻ പെട്ട പാട് അതെനിക്കേ അറിയുള്ളൂ. പിന്നെ ഞങ്ങളെക്കാട്ടി ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എൻ്റെ ചെറുതിനാട്ടോ. സ്വാഭാവികം. ഡെയിലി അച്ഛനോടും അമ്മമ്മനോട് സംസാരിക്കാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങേണ്ട സമയത്ത് കുട്ടീനെ പിടിച്ച് എയർപോർട്ടിൽ എത്തിയാൽ ഇതുപോലെ ഇരിക്കും. ഞാൻ മെലിഞ്ഞിരിക്കാനുള്ള കാരണം പലരും എന്നോട് ചോദിച്ചിട്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതിന്റെ പിന്നാലെ ഓടിയിട്ട് തന്നെയാണ് ഞാൻ മെല്ലുന്നത്. ആളൊന്ന് റെസ്റ്റ് എടുത്താലല്ലേ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഫ്ലൈറ്റ് 2 hours ഡിലേ ആയി. പോരാത്തതിന് ഗേറ്റ് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഈ സ്നേഹമുള്ള ചേട്ടൻ ഈ പാസഞ്ചർ കാർഡിൽ കയറുന്നു എന്ന് ചോദിച്ചത്. ഒന്നും നോക്കിയില്ല, 3 പേര് ചാടി അതിൽ കയറിയിരുന്നു. ഫ്ലൈറ്റ് കയറേണ്ട താമസം മോളിറങ്ങി. ഞങ്ങളും സൈഡായി. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി. ഹാപ്പി ഓണം. ഞങ്ങൾ അങ്ങനെ കരിപ്പൂർ എയർപോർട്ടിലെത്തി. അവിടെ ലഗേജിന് വെയിറ്റ് ചെയ്തിരിക്കുക. ലഗേജ് കിട്ടാൻ വീണ്ടും 1 hour ഡിലേ ആയി. അപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. പോകുന്ന വഴിക്ക് നല്ല ചൂട് ഗീ റോസ്റ്റും കഴിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ആരും എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്യാൻ വരാഞ്ഞത്. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. വീട്ടിൽ സർപ്രൈസ് ആയിട്ടാണ് പോകണമെന്ന് കേട്ടപ്പോൾ തന്നെ ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ ഐഡിയ ആണ്, പെട്ടി ആദ്യം കയറ്റാം, എന്നിട്ട് നിങ്ങൾ ബാക്കിൽ സ്ലോ മോഷനിൽ കയറിയാൽ മതി. ഇത് ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സീനാണ്. ഡ്രൈവർ ചേട്ടൻ മുമ്പിൽ പോയിട്ട് കൊറിയർ ഉണ്ട്, ഇത് ഈ പാഴ്സൽ നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ടാണ് മുന്നിലേക്ക് പോയത്. അച്ഛൻ പുറത്തുനിന്ന് അച്ഛനെ ആസ്കിങ് എന്താ സംഭവം. ഈ സന്തോഷ നിമിഷം കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ജീക്കുട്ടിയും അമ്മയും ഡോർ തുറന്നത് ഒരേ സമയത്തായിരുന്നു. എനിക്ക് കുറച്ച് റിയൽ മൊമെന്റ്സിലേക്ക് കടക്കാം. കുളിക്കുന്നിടന്ന് ഓടി വരുന്ന എൻ്റെ ഏട്ടൻ. ഡ്രൈവർ വന്ന് പെട്ടി ഇറക്കി അച്ഛനെ മനസ്സിലായില്ല. ഉണ്ട്, ഇപ്പൊ അങ്ങനെ ഉണ്ട്. അഡ്വാൻസ് കൊറിയർ അയക്കാറുണ്ട് സാധനങ്ങള് ആൾക്കാര്. ഹാപ്പി ആയോ അച്ഛനും അമ്മയും കണ്ടപ്പോ? അതിനിടയ്ക്ക് ഞാൻ വീടെടുക്കുന്നുണ്ടെന്ന് മനസ്സിലായ അമ്മ വേഗം പോയി പൊട്ടും പൗഡറൊക്കെ തൊട്ട് വന്നതുണ്ടോ. എല്ലാവർക്കും ഉള്ള ഓണക്കോടി ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്തിയ പാടിന് എല്ലാവരെയും കോടി എടുപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഓണം ആയതുകൊണ്ട് തന്നെ എവിടെയും സദ്യ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുകൊണ്ട് നല്ല ചൂട് ബിരിയാണി കഴിച്ചാണ് ഈ ഓണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. ഇനി എത്ര ഓണം വന്നാലും ഈ ഒരു ഓണം എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. അച്ഛൻ്റെ അമ്മൻ്റെ സന്തോഷത്തെക്കാട്ടി വലുതായിട്ട് ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ മനസ്സ് നിറഞ്ഞ ഓണം ഞങ്ങൾക്ക് സമ്മാനിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പം